വെൽക്കം ടു PSC Learn Plus. ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് ഗോളങ്ങളുടെ ഉപരിതല പരപ്പളവുകളുടെ അംശബന്ധം 16:25 ആയാൽ അവയുടെ വ്യാപ്തങ്ങളുടെ അംശബന്ധം എത്ര? അപ്പോൾ ഇവിടെ ഉപരിതല പരപ്പളവ്, ഗോളങ്ങളുടെ ഉപരിതല പരപ്പളവ് കാണാനുള്ള ഇക്വേഷനും അറിയണം, ഗോളങ്ങളുടെ വ്യാപ്തം കാണാനുള്ളതും പഠിച്ചു വെക്കണം. അപ്പോൾ ഗോളങ്ങളുടെ ഉപരിതല പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ നോക്കാം. ഉപരിതല പരപ്പളവ് കാണാനുള്ള ഇക്വേഷനാണ്, പഠിച്ചു വെച്ചോ, 4πr². എന്താണ് 4πr²? ഇതിൽ 4πr², ഗോളങ്ങളുടെ ഉപരിതല പരപ്പളവ് കാണാനുള്ള ഇക്വേഷനാണ് 4πr². അതുപോലെ ഗോളങ്ങളുടെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷനാണ് 4/3πr³. 4/3πr³. ഗോളങ്ങളുടെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷനാണ് 4/3πr³. ഇനി ഇവിടെ എന്താ തന്നിട്ടുള്ളത്? രണ്ട് ഗോളങ്ങളുടെ ഉപരിതല പരപ്പളവുകളുടെ അംശബന്ധം 16:25 ആണെങ്കിൽ വ്യാപ്തങ്ങളുടെ അംശബന്ധമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. പരപ്പളവുകളുടെ അംശബന്ധം എന്ന് പറയുന്നതും ഇത് ഇക്വേഷനാണ്. നമ്മൾ അംശബന്ധം എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കുക. അതുപോലെ വ്യാപ്തം തമ്മിലുള്ള അംശബന്ധം, വ്യാപ്തങ്ങളുടെ അംശബന്ധം എന്താണെന്ന് നോക്കണം. അതായത് ഉപരിതല പരപ്പളവ് കാണാനുള്ള ഇക്വേഷനാണ് 4πr², വ്യാപ്തം കാണാനുള്ള ഇക്വേഷനാണ് 4/3πr³. ഈ പരപ്പളവുകളുടെ അംശബന്ധം കാണാൻ എന്ത് ചെയ്യണം? r1² ഓക്കെ. ഇതിൻ്റെ ആരം r1 r2 ആരമായിട്ടുള്ള ഗോളങ്ങളുടെ പരപ്പളവിൻ്റെ അംശബന്ധം എന്ന് പറയുന്നത് എന്തായിരിക്കും? r1² r2². അതുപോലെ വ്യാപ്തം വരുമ്പോഴേക്കും നമ്മൾ ഇക്വേഷനിൽ നോക്കുക r³ ആണ്. അപ്പോൾ വ്യാപ്തങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് എന്തായിരിക്കും? r1³ r2³ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇവിടെ പരപ്പളവ് കാണാൻ r² ആണ്, 4πr² ആണ്. അപ്പോൾ അംശബന്ധം എന്തായിരിക്കും? r1² r2². അംശബന്ധം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് രണ്ടെണ്ണെങ്കിലും വേണം. അപ്പോൾ r1² r2². ഇനി വ്യാപ്തങ്ങളുടെ അംശബന്ധം എന്തായിരിക്കും? r1³ r2³. അപ്പോൾ നമുക്കിവിടെ അംശബന്ധമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? പരപ്പളവിൻ്റെ അംശബന്ധമാണ് തന്നിട്ടുള്ളത്. പരപ്പളവിൻ്റെ അംശബന്ധം അതായത് r1² r2² ആണ് തന്നിട്ടുള്ളത്. അതെത്രയാണ്? 16:25 അല്ലേ? 16:25. ഇത് നമുക്ക് സ്ക്വയർ ഒഴിവാക്കി കണ്ടുപിടിച്ചൂടെ? r1 r2 എത്രയായിരിക്കും? അപ്പോൾ r1 r2 എന്ന് പറയുന്നത് 16ൻ്റെ സ്ക്വയർ റൂട്ട്. ഏത് നമ്പറിൻ്റെ സ്ക്വയറാണ് 16? 4 അല്ലേ? 4ൻ്റെ സ്ക്വയറാണ് 16. അപ്പോൾ ഇവിടുത്തെ സ്ക്വയർ മാറ്റുമ്പോൾ അതെന്താവും? 4 എന്നാവും. ഓക്കെ. അതേപോലെ 25ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 5. ഇതിൻ്റെ സ്ക്വയർ പോക്കുമ്പോൾ 25ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 5 ആണ്. ഇത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വ്യാപ്തത്തിൻ്റെ അംശബന്ധം. വ്യാപ്തത്തിൻ്റെ അംശബന്ധം എന്ന് പറയുമ്പോൾ എന്താ കണ്ടത്? r1³ r2³. അപ്പോൾ ഇതിൻ്റെ ക്യൂബാണ് കണ്ടുപിടിക്കേണ്ടത്. 4ൻ്റെ ക്യൂബ് 5ൻ്റെ ക്യൂബ്. എന്താണ്? 4ൻ്റെ ക്യൂബ് എത്രയാണ്? 64. 5ൻ്റെ ക്യൂബ് എത്രയാണ്? 125. ഇതൊക്കെ കാണാതെ പഠിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി 64:125 ആണ് നമ്മുടെ ആൻസർ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.